ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഒസാസുനയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 11ാമത്തെ മിനിറ്റിൽ അലക്സ് ബാൽഡയുടെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് ഗോൾ കണ്ടെത്തി. പിന്നീട് ലഭിച്ച പെനാൽറ്റി ഡാനി ഓൽമോ ലക്ഷ്യത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 21ാമത്തെ മിനിറ്റിലായിരുന്നു അദ്ദേഹം ആ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റിയത്. അതിനുശേഷം മത്സരത്തിന്റെ 77ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി ഒരു ഹെഡർ ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് എതിരില്ലാത്ത ഒരു 3 ഗോളുകളുടെ വിജയം FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് ബാഴ്സ തന്നെയാണ്. റയലിനേക്കാൾ 3 പോയിന്റിന്റെ ലീഡ് അവകാശപ്പെടാൻ അവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മത്സരത്തിൽ ബാഴ്സക്കെതിരെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് എതിരാളികളായ ഒസാസുനയുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇംപ്രോപ്പർ ലൈനപ്പിന്റെ പേരിൽ ബാഴ്സക്കെതിരെ പരാതി നൽകാനാണ് ഒസാസുന ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ FC ബാഴ്സലോണയുടെ പ്രതിരോധ നിരയിൽ അവരുടെ താരമായ ഇനീഗോ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിയമപ്രകാരം ദേശീയ ടീമിൽ നിന്നും പിൻവാങ്ങിയ ഒരു താരം ക്ലബിന് വേണ്ടി ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ 5 ദിവസങ്ങളിൽ കളിക്കാൻ പാടില്ല. ഇത് ഇനീഗോ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒസാസുന കേസ് നൽകാനുള്ള ഒരുക്കത്തിലാണ്, പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഒസാസുന അങ്ങനെ പരാതി നൽകിക്കഴിഞ്ഞാൽ അത് സ്വീകാര്യമാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ ബാഴ്സലോണ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും അവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.